ഈ ബിസിനസ് ലോകം ഉണ്ടല്ലോ, അത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ചില സ്കിൽസ് ഉണ്ട്, അത് എത്ര കാലം കഴിഞ്ഞാലും മാറില്ല. വിജയത്തിന് എപ്പോഴും ഒരു അടിസ്ഥാനമായി നിലനിൽക്കുന്ന ചില കഴിവുകൾ. ഇന്നത്തെ ഈ വിശകലനത്തിൽ അത്തരം കാലാതീതமான കഴിവുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു ശക്തമായ വാചകമാണ് അല്ലേ? കാരണം സത്യം പറഞ്ഞാൽ ഇതാണ് റിയാലിറ്റി. നിങ്ങൾ ഏത് കഴിവിനാണോ കൂടുതൽ മൂർച്ച കൂട്ടുന്നത്, സാമ്പത്തിക വിജയം നിങ്ങളെ തേടി വരും, ഉറപ്പാണ്. ശരി, അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങി ചെല്ലാം. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനും അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും അത്യാവശ്യമുള്ള ചില കഴിവുകളുണ്ട്. നമുക്കിതിനെ ആ ബിസിനസിന്റെ ഹൃദയം എന്ന് തന്നെ വിളിക്കാം. ഒരു മൂല്യമുണ്ടാക്കിയെടുക്കാനും അത് ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള ആ കഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പലർക്കും പറ്റുന്നൊരു അബദ്ധമുണ്ട്. ഒരു നല്ല ഐഡിയയെ സ്ട്രാറ്റജിയായിട്ട് തെറ്റിദ്ധരിക്കും. അതായത്, ഞാനൊരു കഫേ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു ഐഡിയ മാത്രമാണ്, അതൊരു സ്ട്രാറ്റജി അല്ല. യഥാർത്ഥ സ്ട്രാറ്റജി തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഏത് മാർക്കറ്റിലാണ് നമ്മൾ മത്സരിക്കേണ്ടതെന്നും ആ മാർക്കറ്റിൽ എങ്ങനെ ജയിക്കണമെന്നും കൃത്യമായി തീരുമാനിക്കുന്നിടത്താണ്. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് നെറ്റ്ഫ്ലിക്സ്. ഡിവിഡികൾ വീട്ടിൽ അയച്ചു കൊടുക്കുന്നൊരു കമ്പനിയായി ഒതുങ്ങി നിൽക്കാതെ അവർ മുൻകൂട്ടി കണ്ടു ലോകത്തിന്റെ ഭാവി സ്ട്രീമിംഗിലാണെന്ന്. മറ്റുള്ളവർ ആ വഴിക്കൊന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴേക്കും നെറ്റ്ഫ്ലിക്സ് സ്വന്തമായി സിനിമകളും സീരീസുകളും ഉണ്ടാക്കി എതിരാളികളെക്കാൾ ഒരുപാട് ദൂരം മുന്നിലെത്തി. ഇതാണ് ഒരു ഗ്രണ്ട് സ്ട്രാറ്റജിയുടെ പവർ. ഇന്നൊവേഷൻ, അതായത് നൂതനാശയമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നതെന്താ? ലോകത്ത് ഇതുവരെ ആരും കാണാത്ത എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചായിരിക്കും അല്ലേ? എന്നാൽ സത്യമതല്ല. യഥാർത്ഥ ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡിയുള്ള ഒന്നിനെ എടുത്ത് അതിനെ മറ്റെല്ലാത്തിനെയും ഔട്ട്ഡേറ്റഡ് ആക്കുന്ന രീതിയിൽ അടിപൊളിയാക്കുന്നതാണ്. ആപ്പിൾ തന്നെയാണ് ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ. അവരെ ശരിക്കും സ്മാർട്ട് ഫോൺ കണ്ടുപിടിച്ചവരൊന്നുമല്ല. പക്ഷേ ഐഫോൺ മാർക്കറ്റിൽ വന്ന ആ ഒരൊറ്റ നിമിഷം അതുവരെ നമ്മൾ കണ്ടിരുന്ന എല്ലാ ഫോണുകളും എന്തോ ഒരു പഴഞ്ചൻ സാധനം പോലെയായില്ലേ? നിലവിലുള്ളൊരു ഐഡിയയെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അവർ മാർക്കറ്റ് മുഴുവൻ പിടിച്ചടക്കി. നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രൊഡക്റ്റ് ഉണ്ടായാലും അതിനെപ്പറ്റി ആരും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? സാധാരണ മാർക്കറ്റിംഗ് വെറുതെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നോക്കും. പക്ഷേ ഒരു ഉഗ്രം മാർക്കറ്റിംഗ് അത് ആളുകളെ കൊണ്ട് നിങ്ങളെ തന്നെ തിരഞ്ഞെടുപ്പിക്കും. നൈക്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. അവർ വെറുതെ ഷൂ വിൽക്കുകയല്ല. മൈക്കൽ ജോർഡനെ പോലുള്ള ഇതിഹാസങ്ങളെ വെച്ച് ആ ഷൂവിനെ വിജയത്തിന്റെയും പെർഫെക്ഷന്റെയും ഒരു സിംബലാക്കി മാറ്റുകയാണ്. വെറുതെ കണ്ടാൽ മാത്രം പോരാ, ആളുകൾക്ക് ആ ബ്രാൻഡുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകണം. അതാണ് യഥാർത്ഥ മാർക്കറ്റിംഗ്. സെയിൽസ് എന്ന് കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമേജ് വരാറുണ്ട് അല്ലേ? എന്നാൽ ശരിക്കും ടോപ്പ് ലെവലിൽ സെയിൽസ് എന്ന് പറയുന്നത് ആരെയെങ്കിലും എന്തെങ്കിലും വാങ്ങാൻ നിർബന്ധിക്കുന്ന പരിപാടിയല്ല. അത് കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനേറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കൊടുത്ത് ഒരു നല്ല തീരുമാനമെടുക്കാൻ അവരെ സഹായിക്കലാണ്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. ശരിക്കുള്ള ചാലഞ്ച് തുടങ്ങുന്നത് അതിനെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ്. ഒരു ചെറിയ തുടക്കത്തെ ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന സ്കിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നെഗോസിയേഷൻ അല്ലെങ്കിൽ വിലപേശൽ, ഇത് എത്രത്തോളം പവർഫുൾ ആണെന്നറിയാമോ? സ്പേസ് എക്സിന്റെ കഥ കേട്ടാ മതി. ഇലോൺ മസ്ക് എന്താ ചെയ്തേന്ന് നോക്കൂ. സർക്കാർ ഏജൻസികൾക്ക് ഭീമമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തിരുന്ന സപ്ലയേഴ്സിനോട് വിലപേശി കോസ്റ്റ് കുറച്ചു. അതുമാത്രമല്ല, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് സ്പേസ് കോൺട്രാക്ട് തരാൻ US ഗവൺമെന്റിന് തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഒരു നല്ല ഡീൽ ഒരു കമ്പനിയുടെ തലവിധി തന്നെ മാറ്റിയെഴുതും എന്നതിന് ഇതിലും നല്ല ഉദാഹരണമില്ല. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഓർഡർ കൊടുത്ത് ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആളാണോ? അല്ല. അതൊക്കെ ചിലപ്പം കുറച്ചു കാലത്തേക്ക് വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു യഥാർത്ഥ ലീഡർ ഒരു ടീമിന് ഇൻസ്പിറേഷൻ കൊടുക്കും. അവർക്ക് ഒരുമിച്ച് നിന്ന് വിജയിക്കാനുള്ളൊരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കും. സത്യ നാദല്ല മൈക്രോസോഫ്റ്റിന്റെ CEO ആയി വന്ന സമയത്ത് അവിടുത്തെ കൾച്ചർ ഭയങ്കര ടോക്സിക് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത്, എനിക്കെല്ലാം അറിയാം എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാവർക്കും. അതിനെ അദ്ദേഹം എനിക്കിനിയും പഠിക്കാനുണ്ട് എന്നൊരു കൾച്ചറാക്കി മാറ്റി. തെറ്റുകൾക്ക് വഴക്ക് പറയുന്നതിന് പകരം അതിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങളാക്കി മാറ്റി. ആ ഒരൊറ്റ മാറ്റം മൈക്രോസോഫ്റ്റിനെ വീണ്ടും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാക്കി മാറ്റി. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന പക്ഷേ ഭയങ്കര ക്രിട്ടിക്കലായൊരു സ്കില്ലാണത്. സിസ്റ്റം ഡിസൈൻ. ഒരു ബിസിനസിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഓർഗനൈസ് ചെയ്യുക. ഒരുവിധം ബിസിനസ്സുകളൊക്കെ അപ്പപ്പോൾ തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരുപാട് തെറ്റുകൾ പറ്റും. പക്ഷേ ടോപ്പ് കമ്പനികൾക്ക് കൃത്യമായ സിസ്റ്റമുകളുണ്ടാവും. ഒരു ക്ലോക്ക് വർക്ക് പോലെ കൃത്യമായി പ്രവർത്തിക്കുന്ന സിസ്റ്റങ്ങൾ. മക്ഡൊണാൾഡ്സ് ഒരു ബർഗർ കടയല്ല, അതൊരു സിസ്റ്റമാണ്. അവരുടെ കിച്ചണിലെ ഓരോ ചലനവും കൃത്യമായി ഡിസൈൻ ചെയ്തതാണ്. ലോകത്തെവിടെ പോയാലും ഒരേ ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ടാണ്. അവരുടെ ഫ്രാഞ്ചൈസിംഗ് മോഡൽ, സപ്ലൈ ചെയിൻ എല്ലാം ഒരു ബുള്ളറ്റ് പ്രൂഫ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഓരോ കമ്പനിക്കും കയ്യിലുള്ള റിസോഴ്സസ്, അതായത് പണം, സമയം, കഴിവുള്ള ജീവനക്കാർ,
ഇതൊക്കെ ലിമിറ്റഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതെല്ലാം എവിടെ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് ഏറ്റവും വലിയ കഴിവ്. ജെഫ് ബെസോസ് ആമസോൺ വെബ് സർവീസസിൽ AWSൽ പണം ഇൻവെസ്റ്റ് ചെയ്തത് ഒന്ന് ഓർത്തു നോക്കൂ. അന്നതൊരു സൈഡ് പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്ന് ആമസോൺ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കി കൊടുക്കുന്നത് അതാണ്. റൈറ്റ് ടൈമിൽ റൈറ്റ് സ്ഥലത്ത് റിസോഴ്സ് ഉപയോഗിച്ചതിന്റെ ഫലം. ശരി, നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഒരു ബിസിനസ്സിന്റെ അകത്തുള്ള കഴിവുകളെക്കുറിച്ചാണ്. പക്ഷേ വിജയം തീരുമാനിക്കുന്ന രണ്ട് വലിയ പുറമെയുള്ള ഘടകങ്ങളുണ്ട്. ഒന്ന് സമയം, രണ്ട് ബന്ധങ്ങൾ. ഇതിനെ വെറും ഭാഗ്യമായി കാണാതെ എങ്ങനെ ഒരു സ്കില്ലായി മാറ്റിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രൻ ഐഡിയ മാത്രം പോരാ, ടൈമിങ്ങും കറക്റ്റ് ആവണം. വൈൻ എന്ന ആപ്പ് ഓർമ്മയുണ്ടോ? ഇന്നത്തെ ടിക്ടോക്കിൻ്റെയൊക്കെ ഒരു പഴയ രൂപം. ഐഡിയ ഗംഭീരമായിരുന്നു, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് വന്ന സമയം തെറ്റായിരുന്നു. അന്നത്തെ ഫോണിന് അത്ര കഴിവില്ല, ഇന്റർനെറ്റ് സ്ലോ ആയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ലോകം അതിന് റെഡിയായിരുന്നില്ല. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു അതേ ഐഡിയയുമായി ടിക്ടോക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും കളി മാറിയിരുന്നു. നല്ല ക്യാമറയുള്ള ഫോണുകൾ, 4G 5G ഇന്റർനെറ്റ്, കണ്ടന്റ് ഉണ്ടാക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരുപാട് ക്രിയേറ്റർമാർ. ടൈമിംഗ് പെർഫെക്റ്റ് ആയിരുന്നു. ടിക്ടോക്ക് ഒരു തരംഗമായി മാറി. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഐഡിയ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് ടൈമിംഗ്. ബിസിനസ്സിൽ ഒറ്റയ്ക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല, ഉറപ്പാണ്. നമുക്ക് സപ്ലയേഴ്സിന് വേണം, പാർട്ട്ണർമാരെ വേണം, ഉപദേശം തരാൻ ആളുകളെ വേണം. ഈ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് വെറുതെ ആളുകളെ പരിചയപ്പെടലല്ല, ഇതൊരു സ്ട്രാറ്റജിയാണ്. ഓപ്പൺ എഐയുടെ CEO സാം ആൾട്ട്മാനാണ് ഇതിന് കിടിലാനൊരു ഉദാഹരണം. ലോകത്തിലെ ഏറ്റവും ബ്രില്യൻ്റായ റിസർച്ചർമാരെയും എഞ്ചിനീയർമാരെയും ഒരുമിച്ചൊരു കുടക്കീഴിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ആ നെറ്റ്വർക്കിംഗ് സ്കിൽ ഒന്നുകൊണ്ട് മാത്രമാണ്. ശരിയായ ആളുകളുമായുള്ള ബന്ധമുണ്ടെങ്കിൽ ലോകത്തെ തന്നെ മാറ്റിമറിക്കാം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ സ്കിൽസും വളരെ പ്രധാനപ്പെട്ടതാണ്, സംശയമില്ല. പക്ഷേ ഇവയെല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് എന്നേക്കുമായി വേറിട്ട് നിർത്തുന്ന ഒരൊറ്റ സ്കില്ലുണ്ട്, നമ്മുടെ ബോണസ് സ്കിൽ. അതാണ് ബ്രാൻഡിംഗ്. ഇത് വെറുമൊരു ലോഗോയോ പരസ്യമോ അല്ലാട്ടോ. ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ കമ്പനിയുമായി ഉണ്ടാകുന്ന ഓരോ ഇടപെടലിൽ നിന്നും കിട്ടുന്ന ആ ഒരു ഫീലില്ലേ, ആ ഒരു മൊത്തത്തിലുള്ള അനുഭവം, അതാണ് ബ്രാൻഡിംഗ്. ആപ്പിളിനേക്കാൾ നന്നായിട്ട് ഇത് വേറെ ആരും ചെയ്തിട്ടില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരുടെ തിങ്ക് ഡിഫറൻറ്റ് പരസ്യങ്ങൾ അതൊരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ ആപ്പിൾ സ്റ്റോറിലേക്ക് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ, ഒരു പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ ബോക്സ് തുറക്കുമ്പോൾ അതൊരു പ്രത്യേക ഇവൻ്റ് പോലെയാണ്. ഇതെല്ലാം ചേരുമ്പോഴാണ് ആപ്പിൾ എന്ന അനുഭവം ഉണ്ടാകുന്നത്. മറ്റാർക്കും കോപ്പിയടിക്കാൻ പറ്റാത്ത ഈ അനുഭവമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ നമ്മളിന്ന് കാലം എത്ര മാറിയാലും പ്രസക്തി നഷ്ടപ്പെടാത്ത 11 ബിസിനസ് സ്കിൽസിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഓർക്കുക, ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ കഴിവുകളുടെ എല്ലാം ഒരു കൂട്ടമാണ്. ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ കഴിവുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം മാസ്റ്റർ ചെയ്യാൻ പോകുന്നത്? ഒന്ന് ആഴത്തിൽ ചിന്തിക്കൂ. നിങ്ങളുടെ